എന്ന് പറഞ്ഞാൽ എന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ ധാരാളം നിർവഹിക്കേണ്ട മാസമാണ്. നാമൊക്കെ എല്ലാ വെള്ളിയാഴ്ചയിലും കേൾക്കാറുള്ള രണ്ടാമത്തെ ഖുതുബയിൽ കേൾക്കാറുള്ള ഒരു ആയത്താണ് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. ഈ ആയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് അല്ലാഹു മലക്കുകളും നിർവഹിക്കുന്നുണ്ട്. അതുപോലെ വിശ്വാസികളെ നിങ്ങളും അത് നിർവഹിക്കുക എന്ന ആഹ്വാനം ആ ആയത്ത് ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ആ മാസത്തിൽ നമ്മുടെ പള്ളിയിൽ എല്ലാ മാസവും നടന്നു വരാറുള്ള സ്വലാത്തു മജ്ലിസിന്റെ സ്വലാത്തും ദിക്റും ഇസ്തിഗ്ഫാറും സൂറത്ത് യാസീനും എല്ലാം ഉള്ള ഒരു മജ്ലിസ്, അതിന്റെ വാർഷിക പരിപാടിയിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ നിർവഹിച്ച് നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ മഹത്തായ സാമീപ്യം കരസ്ഥമാക്കി പരിശുദ്ധ റമദാനാകുന്ന ഉമ്മത്തുകളുടെ മാസമായ റമദാനിലേക്കാണ് നാം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശുഭ മുഹൂർത്തത്തിൽ നാമൊക്കെ നമ്മുടെ മനസ്സുകൾ നന്നാക്കി മനസ്സുകളിലുള്ള എല്ലാ കറകളും കഴുകി വൃത്തിയാക്കുവാനാണ് റജബും ശഅബാൻ. അതുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി റജബ് മാസത്തിന്റെ പിറ കണ്ടപ്പോൾ തന്നെ നാമൊക്കെ അനൗൺസ്മെന്റ് തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണമേ. പരിശുദ്ധമായ റമദാനിൽ പൂർണ്ണമായും അതിന്റെ ആത്മീയമാനം ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള ദീർഘായുസ്സ് നീ നൽകുകയും ചെയ്യണമേ എന്ന് ദുആയിൽ തുടങ്ങി. അതുകൊണ്ട് ആ മഹത്തായ മജ്ലിസ് ഇവിടെ ആരംഭിക്കുകയായി. നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ട ബഹുമാനപ്പെട്ട വടുതലയുടെ പ്രകാശമായ സയ്യിദ് PMS തങ്ങൾ നമ്മുടെ മജ്ലിസിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ആ ബൃഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വടുതല, കോട്ടൂർ, കാട്ടുപുറപ്പള്ളി, അരൂർ മഹല്ലുകളുടെ സംയുക്ത ഖാദിയും വടുതലയുടെ പ്രകാശവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ സയ്യിദിനാ വ മൗലാനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فقد قال الله سبحانه وتعالى في قرآنه المجيد. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. قال رسول الله صلى الله عليه وسلم من صلى علي من أمتي كتب له 10 حسنات ومحيط عنه 10 سيئات. لك الحمد يا رحمن فاقبل وسيلتي سألتك يا ربي وسيلتي حبيبك شافعنا نبي محمد
محمد عليه صلاة ثم أزكى التحية كذاك بآل وصحابي جميعهم عليهم رضا الله سبحانك ديمتي صلاة وتسليم وزكاة تحيتي على المصطفى المختار خير البرية اللهم صل وسلم وبارك عليه وعلى محمد سيدنا ومولانا صلى الله عليه وسلم. نور الهدى അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ ജന്നാത്തുൻ നഈമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്കവൻ മുതക്കം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ആ വസിയത്ത് ചെയ്തവരുടെ വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു അനർഘമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഭരണത്തിൽ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശമില്ല. നമ്മളെല്ലാം ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന തങ്ങളവர்கள் ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് ഒന്ന് രണ്ട് സൂചനകൾ മാത്രം നൽകാനാണ് ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാം പുണ്യകരമായ റബീഉൽ അവ്വലിന്റെ അവസാന പദത്തിലാണ്. റമളാനിനെ വരവേൽക്കുന്ന മാസത്തിൻ്റെ അവസാനം റജബ് മുതൽ നാം റമളാനിനെ വരവേൽക്കുവാൻ ഒരുങ്ങുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രവണത വളരെ ശക്തമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാനിൻ. റജബ് 1 മുതൽ നാം ദുആ ചെയ്യുകയാണ്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ എന്ന് അല്ലാഹുവിനോട് നാം മനമൊരുക്കി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ മുന്നോടി എന്ന നിലക്ക് കൂടിയാണ് ഈ സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷികം ഇവിടെ നടത്തുന്നത്. ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്വലാത്ത് മജ്ലിസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മൗലാനൽ മർഹൂം ശൈഖുന ഇ.കെ. ദാരിമിയിൽ ഖാദിരി റഹ്മഹുല്ലാഹ് മഹാനവറുകളാണ്. അതിനുശേഷം എല്ലാ മാസവും ഇവിടെ സ്വലാത്ത് നടക്കും. വർഷം തോറും അതിൻ്റെ വാർഷികവും നടക്കും.
അന്ന് മുതൽ ഇതുവരെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളെല്ലാവരും ഈയുള്ളവരെയാണ് ഏൽപ്പിക്കാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. റമളാനിൻ്റെ മുന്നോടിയായ ഈ മാസം ശഅബാൻ നമുക്ക് ഏറെ വേണ്ടപ്പെട്ട മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ഏറ്റവും കൂടുതൽ ആളുകൾ വിസ്മരിക്കുന്ന അശ്രദ്ധരാകുന്ന മാസമാണ് ശഅബാൻ. റസൂലുള്ളാഹി ചോദിക്കപ്പെട്ടു, റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കും, എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്ന മാസമാണ് ശഅബാൻ. അപ്പോൾ ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് ആളുകളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. എൻ്റെ കർമ്മവും ഉയർത്തപ്പെടാൻ ഈ നോമ്പ് കാരണമാകുമല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതെന്ന് ഒരുപാട് പുണ്യങ്ങളുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ്. അങ്ങനെ ഇസ്ലാമിൽ പല മാസങ്ങളും പ്രത്യേകതയുള്ളതാണ്, പല സ്ഥലങ്ങൾക്കും പ്രത്യേകതയുള്ളതാണ്, പല ദിവസങ്ങൾക്കും പ്രത്യേകതയുള്ളതാണ്, പല ദിവസങ്ങൾക്കും പല സമയങ്ങൾക്കും പ്രത്യേകതയുള്ളതാണ്, ചില സ്ഥലങ്ങൾക്കും പ്രത്യേകതയുള്ളതാണ്. നാം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. നാം ഹജ്റുൽ അസ്വദിൽ മക്കത്ത് പോകുമ്പോൾ ഹജ്ജൊക്കെ നിർവഹിക്കാൻ പോകുമ്പോൾ ഹജ്റുൽ അസ്വദിനെ കുത്താറില്ലേ? അവിടെ സ്വഹായും മർവായുമുണ്ട്, അവിടെ നാം പോകാറില്ലേ? പിന്നെ സ്വഹാവുൽ മർവത മിൻ ശആഇരില്ലാ, അത് അല്ലാഹുവിൻ്റെ ചിഹ്നമാണ്. സ്വഹായും മർവായും അള്ളാഹു ആദരിച്ച സ്ഥലമാണ്. അള്ളാഹു ആദരിച്ചതിനേക്ക് നാം ആദരിക്കണം, അള്ളാഹു സ്നേഹിച്ചതിനേക്ക് നാം സ്നേഹിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ വിശ്വാസപരമായ ബാധ്യതയാണ്. ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടത് ആദരിക്കേണ്ടത് നമ്മുടെ നേതാവുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ അവിടുന്ന് പറഞ്ഞതാണിതെല്ലാം. നാം ഇന്ന ചില സമയങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക്, ചില മാസങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കണം. അങ്ങനെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട ഒരു മാസമാണ് ശഅബാൻ. ഓരോ മാസത്തിനും പല പ്രത്യേകതകളുണ്ട്. റജബ് മാസം നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധീകരണ മാസമാണ്. ശഅബാൻ നമ്മുടെ ഖൽബിന്റെ ശുദ്ധീകരണ മാസമാണ്. റമളാൻ നമ്മുടെ ആത്മശുദ്ധീകരണ മാസമാണ്. ഇങ്ങനെ വിശുദ്ധമായ മാസങ്ങളാണ്. അള്ളാഹു വിശുദ്ധമാക്കിയ മാസങ്ങൾ വിശുദ്ധിയോടെ കാണാൻ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് ബർക്കത്ത് ചെയ്യണം, നമ്മൾക്ക് ഒരുപാട് നന്മകൾ കൈവരുത്തണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പാപമംഗലമായ ജീവിതം നയിക്കുന്നവരാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് മോചനമുണ്ടാകണം. നാം ഇസ്തിഗ്ഫാർ ചെയ്യണം, നാം തൗബ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നല്ല മനസ്സോടുകൂടി എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ, നല്ല ഖൽബോടുകൂടി അള്ളാഹുവിനെ സമീപിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ശുദ്ധീകരണത്തിന് വേണ്ടി മാസങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ മാസങ്ങൾ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ശഅബാനിൽ നാം നോമ്പനുഷ്ഠിക്കുന്നത്. പ്രത്യേകിച്ച് റമളാൻ ബറാഅത്ത് രാവ്, അതിനൊക്കെ വളരെ പുണ്യമുണ്ട്. മേറാജ് രാവിലെ 27-ാം രാവ്, അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. ഇല്ലെന്ന് പറയുന്നവരോടൊന്നും നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമില്ല. അവരങ്ങനെ പറഞ്ഞോട്ടെ. എന്നാലും വിശ്വാസികളെല്ലാം അതെല്ലാം അംഗീകരിക്കുന്നവരും അതൊക്കെ ആചരിക്കുന്നവരും അതൊക്കെ മുഖവിലക്കെടുക്കുന്നവരും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളപ്പാട്ടുകളെ ശിരസാവഹിക്കുന്നവരുമാണ്. എങ്കിലേ നാം യഥാർത്ഥ മുസ്ലിംകളാകുകയും നാം ഈ സ്വലാത്ത് മജ്ലിസിൽ ഒരുമിച്ച് കൂടിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഈ സ്വലാത്ത് ഇവിടെ നടത്തുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്.
എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അളവറ്റ സവാബുകൾ ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ മാസവും മുടങ്ങാതെ നടക്കുന്നു, എല്ലാ വാർഷികവും മുടങ്ങാതെ നടക്കുന്നു. അത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എല്ലാ സ്ഥലത്തും ഉണ്ടാകും, എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകും, നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. അത് ഉണ്ടാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രതിബദ്ധത നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവിടുത്തെ ബന്ധം അവിടുന്ന് പറഞ്ഞു ഈ സ്വലാത്തിന്റെ മഹത്വം ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു. അല്ലാഹുവിന്റെ ഈ സ്വലാത്തിന്റെ ആയത്തിറങ്ങിയ മാസം കൂടിയാണ് ഈ ശഅബാൻ മാസം. സ്വലാത്ത് അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് ശഅബാൻ. യാ അയ്യുഹല്ലദീന ആമനൂ അല്ലാഹു ഖുർആനിൽ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിറങ്ങിയ മാസമാണ്. ശൈബ അല്ലാഹുവിൻ്റെ മാലാഖമാരും പ്രവാചകരുടെ മേൽ സ്വലാത്തും സലാമും അനുഷ്ഠിക്കുന്നു. വിശ്വാസികളെ നിങ്ങളും അല്ലാഹുവിൻ്റെ പ്രവാചകരുടെ മേൽ സ്വലാത്തും സലാമും അനുഷ്ഠിക്കുക എന്ന് അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. അപ്പൊ ഈ സ്വലാത്ത് അനുഷ്ഠിക്കാൻ, സ്വലാത്ത് അനുഷ്ഠിക്കുന്നതിന് എപ്പോഴും അനുഷ്ഠിക്കാം. നിരന്തരം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു മുറബ്ബിയായ ശൈഖിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അത് നമുക്ക് കാവലാണ്. മുത്തുനബി സല്ലല്ലാഹു സ്വലാത്ത് നമുക്ക് കാവലാണ്, നമുക്ക് അനുഗ്രഹമാണ്. ആ നിരന്തരം നാം ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രം ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലോ ഇന്ന് മുസ്ലിം ലോകത്തൊന്ന് മാത്രമല്ല, എല്ലാവരും പ്രതിസന്ധികൾക്ക് അടിപ്പെട്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്. ഇതിൽ നിന്ന് മോചനമുണ്ടാകണമെങ്കിൽ ആത്മീയമായ വഴികളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗത്തുൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ എല്ലാം നന്നായി, അത് മോശമായാൽ എല്ലാം മോശമായി. എന്ന അത് ഹൃദയമാണ്. അപ്പൊ ഹൃദയ ശുദ്ധീകരണം നമുക്കുണ്ടാകും. ഹൃദയം ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഹൃദയശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നാം മറ്റു വഴികളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതം തെറ്റായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നത് നാം ആലോചിച്ചു നോക്കൂ. നാം ശരിയായ കർമ്മപഥത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ശരിയായ മാർഗത്തിൽ നിന്ന് വിരമിക്കാൻ സാധ്യമല്ല. ശരിയായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ കഴിയും. സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ്. നാം അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന് ശുദ്ധിയുണ്ടോ എന്ന നമ്മുടെ ബാഹ്യമായ മോഡുകളിലേക്ക്, നമ്മുടെ കർമ്മങ്ങളിലേക്ക്, നമ്മുടെ മറ്റാകാര സമർത്ഥവങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയാണ്. ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ആകാര സമിഷ്ടവത്തിലേക്കും ബാഹ്യമായ മോടിയിലേക്കും അല്ലാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. പ്രത്യുത നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്തേക്കാണ് അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയം ശുദ്ധമാകും. ഹൃദയം ശുദ്ധ അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ തെളിയിച്ചിട്ടുണ്ട്. ഹൃദയം ശുദ്ധീകരിച്ചവൻ വിജയശ്രീലാളിനായി, അതിനെ മാന്യമാക്കിയവൻ പരാജിതനായി എന്ന് അല്ലാഹു സുബ്ഹാനഹു. ഹൃദയം ശുദ്ധീകരിക്കണം. മനുഷ്യന്റെ ദൗർബല്യങ്ങളാണ് തെറ്റിലേക്ക് നയിക്കാൻ കാരണമാകുന്നത്. മനുഷ്യൻ എപ്പോഴും വൈകാരിക ജീവിയാണ്.
തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അമ്മാറത്തും ബിസ്സൂ എന്ന് വിശുദ്ധ ഖുർആനിൽ തെറ്റിലേക്കുള്ള പ്രേരണ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നാം തെറ്റ് ചെയ്തു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. തെറ്റ് ചെയ്യാനുള്ള ആ സാഹചര്യത്തിൽ നിന്ന് നാം വിമുക്തരാകണം. അതിന് വേണം നാം അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കണം. മഹാന്മാർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കണം. നമ്മൾ സ്വലാത്ത് ദിക്റുകളൊക്കെ പതിവാക്കണം. ഒരുപാട് ഔറാദുകൾ ചൊല്ലി നമ്മുടെ മനസ്സുകളെ നാം സ്ഫുടം ചെയ്തെടുക്കണം. അതിന് പര്യാപ്തമായ മാസങ്ങളാണ് റജബും ശഅബാനും റമദാനും. ശിഷ്യ റമദാനിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. അത്രമാത്രം നമ്മൾ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ബോധം, എന്നിട്ട് അള്ളാഹുവിനോട് പാശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ നമുക്ക് അള്ളാഹു പുറത്തു തരും. അങ്ങനെ പാശ്ചാത്തപിച്ച് മടങ്ങാനുള്ള മനസ്സുള്ളവർ അള്ളാഹു പാവം ചെയ്തവരല്ലാത്ത നിലയിൽ അവന് അള്ളാഹു ഉയർത്തിക്കളയും എന്നാണ് വിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുന്നത്. അത്രമാത്രം നമ്മൾ എത്ര പാപം ചെയ്താലും നമുക്കൊരു പാശ്ചാത്താപ മനസ്ഥിതി ഉണ്ടാകും. എങ്കിൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടും. തൗബക്ക് വളരെ പുണ്യമുള്ള മാസം, ഇസ്തിഗ്ഫാറിന് വളരെ പുണ്യമുള്ള മാസം. ഈ റമദാൻ മാസത്തിൽ നാം അതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. ഈ സ്വലാത്ത് മജലിസിന്റെ പ്രസക്തി റമദാൻ അടുത്ത് വരുമ്പോഴാണ് ഈ സ്വലാത്ത് മജലിസ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും അഹമഹിമയ പങ്കെടുത്ത് ആത്മീയ സായുജ്യമണിയേണ്ട മജലിസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഈ സ്വലാത്ത് മജലിസുകൾക്കും കഴിയുമെന്ന് നൂറ്റാണ്ടുകളിലൂടെ നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞവരാണ്. നമ്മുടെ തലമുറകൾ അനുഭവിച്ചറിയുന്നവരാണ്. പുതിയ തലമുറകൾക്കും ഇതിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കണം. നീ ഹയാത്താക്കാൻ, നീ നമ്മുടെ എല്ലാ നന്മകളും കൈവരിക്കാൻ നമുക്ക് സ്വലാത്ത് മജ്ലിസ് അനുപേക്ഷണീയവും അത്യന്താപേക്ഷിതമാണ്. സ്വലാത്തിൻ്റെ മഹത്വം, ഒരു സ്വലാത്ത് നാം അനുഷ്ഠിച്ചാൽ, ഒറ്റ സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു സ്വലാത്ത് മൻ സ്വല്ല അലൈഹി ഉമ്മത്തി അശ്റു ഹസന, ഒരു സ്വലാത്ത് ആരെങ്കിലും അനുഷ്ഠിച്ചാൽ, നിർവഹിച്ചാൽ, ചൊല്ലിയാൽ കുതിബലഹു അശ്റു ഹസന, 10 നന്മകൾ അള്ളാഹു രേഖപ്പെടും. ഒറ്റ സ്വലാത്ത്. അപ്പോൾ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിയും. അതുപോലെ തന്നെ 10 തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും. എത്ര വലിയ സവാബാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വലാത്ത് ചെല്ലുന്നതിൽ നാം പിശുക്ക് കാണിക്കേണ്ടത്. പിശുക്ക് കാണിക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി അതിൽ നമ്മൾ താല്പര്യം കാണിക്കണം. എപ്പോഴും സ്വലാത്ത് ചെല്ലാം. നമ്മൾ കടയിലിരിക്കുമ്പോൾ, നമ്മൾ പഠിക്കുന്ന സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് സ്വലാത്ത് ചെല്ലാം. നാം ഒരു കൂട്ടമായിരിക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാം. വീട്ടിൽ കുടുംബാംഗങ്ങളോടൊത്ത് സ്വലാത്ത് ചെല്ലാം. സ്വലാത്തിലൂടെ മാത്രമേ നമുക്ക് ആത്മീയ മോക്ഷം കരസ്ഥമാക്കുവാൻ കഴിയൂ. ഈ നല്ല നാളുകളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഷ്ടപ്പെടുന്ന ആളുകളെ നാം ഓർക്കണം. നമുക്ക് ഈ ഭാരതം എന്ന മഹാരാജ്യത്ത് ഒരു കുഴപ്പവുമില്ല. നമ്മൾ ആത്മീയതയിൽ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ്. ഒരുപാട് ധാർമ്മിക അധപ്പതനങ്ങളും ആത്മീയമായ ശോഷണങ്ങളുമൊക്കെ ലോകത്ത് മൂല്യശോഷണങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ആത്മീയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ്. നമ്മുടെ ഭാരതത്തിൽ നമുക്കൊരു കുഴപ്പവുമില്ല. ഇതിലൊരു അതിശയോക്തിയുമില്ല. ലോകത്ത് പല രാഷ്ട്രങ്ങളുമുണ്ട് സ്വൈരമില്ല ജീവിക്കാൻ. അവിടെ യുദ്ധങ്ങളാണ്, സംഘടനകളാണ്, സംഘർഷങ്ങളാണ്. നിസ്കാരത്തിൽ പോലും സുജൂദിൽ കിടക്കുമ്പോൾ വെടിവെക്കുകയാണ്. അത്രമാത്രം ശോചനീയമായ അവസ്ഥ. നമ്മളായപ്പോൾ ഈ പാകിസ്ഥാൻ എന്തിനുണ്ടായതാണ് ഞാൻ ചിന്തിച്ചു പോകും. അവിടെ എപ്പോഴും സംഘടനമല്ലേ, സുജൂദിൽ കിടക്കുന്നവരെ വെടിവെക്കുകയല്ലേ. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ വരുന്നുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. ഈ സ്വാതന്ത്ര്യത്തിന് നാം വില കൽപ്പിക്കണം. ആ സ്വാതന്ത്ര്യത്തെ തച്ചുടച്ച് താറുമാറാക്കാൻ വർഗീയവാദം കൊണ്ടും തീവ്രവാദം കൊണ്ടും മതമൗലികവാദം കൊണ്ടും വിഘടനവാദം കൊണ്ടും മലീമസമാക്കാൻ ആരും ശ്രമിക്കരുത്. നാം രാജ്യത്തോട് കൂറുള്ളവരാണ്, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ്. ഇവിടെ ഒരുപാട് പള്ളികളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്.
ഇവിടെ വെടിവെച്ചുകളൊന്നും കേൾക്കാറില്ല. എല്ലാവരും ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്നു. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, നമ്മുടെ മതനിലയുടെ പാരമ്പര്യം മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമാണ്. ഇതൊരു ഭംഗിവാക്ക് പറയലല്ല, ജനങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിൽ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അടിയുറപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കോട്ടൂർ പള്ളി നമ്മൾ ആലോചിച്ചു നോക്കും. നമ്മൾ ബൗൽ ബുഖാരി, മഹാനായ വലിയുള്ളാഹി സയ്യിദുന മൗലൽ ബുഖാരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാൽ നിർമ്മിക്കപ്പെട്ട കോട്ടൂർ പള്ളിയുടെ ചരിത്രം നാം പരിശോധിച്ചു നോക്കും. അത് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൃഷ്ടാന്തമല്ലേ? നമുക്കത് നിഷേധിക്കുവാൻ കഴിയുമോ? ആരോർക്കുന്നു മഹാനായ തങ്ങളവറുകൾ? ഇതൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ കൈവന്നിട്ട് ഇവിടുത്തെ പ്രമുഖനായ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി നൽകിയ സ്ഥലത്താണ് ആ പള്ളിയിരിക്കുന്നത്. അതിവിടുത്തെ മതസൗഹാർദ്ദത്തിന്, ആ മതസൗഹാർദ്ദവും ആ ജനങ്ങൾക്ക് അവരുടെ ഔലിയാക്കളും സ്വാലഹീങ്ങളൊക്കെ രാജ്യത്തിന്, നമ്മുടെ നാടിനൊക്കെ നന്മകൾ കൈവരുത്തിയവരാണ്. എല്ലാവർക്കും വേണ്ടി സേവനങ്ങളിലൂടെ മുന്നേറിയവരാണ്. അതുകൊണ്ടാണ് ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നത്. ഈ ബന്ധങ്ങളൊക്കെ നിലനിർത്തണം. നമ്മളെ ഫലസ്തീനിലെ അവസ്ഥ നോക്കും. ഇന്ന് ഭക്ഷണം പൊതി വാങ്ങിക്കാൻ വേണ്ടി ഈ തള്ളിക്കേറിയ കൂട്ടത്തിൽ വെടിവെച്ചില്ലേ? അവിടെയും 10, 100, 140 എന്താ പറയുന്നത്? 140 ഒന്നുമല്ല, കൈകളൊക്കെ ഔദ്യോഗിക കണക്കാണത്. ഒരു അനൗദ്യോഗിക കണക്ക് കഴിയുമ്പോൾ അതിനേക്കാൾ എത്രയോ എട്ട്. നിങ്ങൾ പട്ടിണി കൊടുപ്പിരിക്കൊള്ളുകയാണ്, പട്ടിണി മൂലം. ഈ അടുത്തൊരു വാർത്ത നമ്മൾ വായിച്ചില്ലേ? അവിടെ ഒട്ടക ഇറച്ചി, അതുപോലെ കാലിത്തീറ്റയുമാണ് കുഞ്ഞുങ്ങളടക്കമുള്ളവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ധൈര്യം, എത്ര നമ്മുടെ സഹോദരങ്ങളല്ലേ, മനുഷ്യരില്ലേ അവർ? നമ്മൾ ഇപ്പം മതവും ജാതിയൊക്കെ വിട്ട് അവരെ മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ നമ്മളിവിടെ സൂക്ഷിച്ച് ജീവിക്കുകയല്ലേ, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്. അവരുടെ ഹാലെന്താണ്? കുഞ്ഞുമക്കൾ, എത്ര നല്ല സുന്ദരന്മാരും സുന്ദരികളുമായ കുഞ്ഞുകുട്ടികൾ നിഷ്കരണം ബാധിക്കപ്പെടുകയല്ലേ? നാം അവരോട് പ്രതിബദ്ധരാവട്ടെ, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കട്ടെ. അത്രമാത്രം ശോചനീയമായ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് ഫലസ്തീൻ സമൂഹത്തെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ബാധ്യതകളൊന്നും നാം മറക്കാൻ പാടില്ല. അവകാശങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇതൊക്കെ വലിയ ബാധ്യതയാണ്. ലോകത്ത് സംഘടനകളും സംഘർഷങ്ങളും യുദ്ധങ്ങളും ഇല്ലാതെ ഉക്രൈനിൽ നടന്നാലും ഫലസ്തീനിൽ നടന്നാലും മറ്റവ നശീകരണമാണ്. യുദ്ധമെന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ്. യുദ്ധം നശീകരണമാണ്, വിനാശകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉസ്താദ് ലത്തീഫ് സഖാഫി അവர்கள் ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കണം. മഹാനായ തങ്ങളവர்கள் അല്പം കഴിഞ്ഞ് ഇവിടെ എത്തും. അതിന് ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ അവസരം നൽകിയ എല്ലാവരോടുമുള്ള കടപ്പാടുകൾ അനുസ്മരിച്ചുകൊണ്ട് വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله العلي العظيم. قال نبيكم صلى الله عليه وسلم من لزم الاستغفار من كل ضيق مخرجا ومن كل هم فرجا ويرزقه الله من حيث لا يحتسب أو كما قال سيدنا وحبيبنا محمد رسول الله صلى الله عليه وسلم. ഏറ്റവും
ആദരണീയരായ നമ്മുടെ മഹലിൻ്റെ പാവി ബഹുനിരായ PMS തങ്ങൾ ഷാഫി അവർ, പള്ളിയിലെ ഇമാമിങ്ങളായ ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഉസ്താദ്, ശിഹാബ് ഉസ്താദ്, യൂസുഫ് സഖാഫി ഉസ്താദ്, മറ്റു പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പള്ളിയിൽ എല്ലാ മാസവും നടന്നു വരുന്ന സ്വലാത്ത് ഹൽഖയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാ വർഷവും ഇവിടെ ഈ സമയമാകുമ്പോൾ ഷാബാൻ മാസത്തിൽ നടക്കാറുണ്ട്. സയ്യിദ് അവർകൾ ഇതിൻ്റെ ഉദ്ഘാടന വേളകളെ സംബന്ധിച്ചും ആരാണ് ഈ സലാം ഇവിടെ സ്ഥാപിച്ചത് എന്നുമല്ല വളരെ വിശദമായി നമ്മെ ഓർമ്മപ്പെടുത്തി. അത്തരുണത്തിൽ മുടങ്ങാതെ എല്ലാ മാസവും നടന്നു വരുന്നുണ്ട്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ നാം എല്ലാവരും കാത്തിരിക്കുന്നത് വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ. ഒരു 10 ദിവസം കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. ബറാഅത്തൊക്കെ കഴിഞ്ഞു, അല്ലാഹുവിലേക്ക് സമർപ്പിക്കാനുള്ളതെല്ലാം നാം സമർപ്പിച്ചു. ഇനി നാം ഒരുങ്ങുകയാണ് വിശുദ്ധ റമദാനെ വരവേൽക്കാൻ. അതിൻ്റെ മുന്നൊരുക്കം ഒന്നോണം ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ നാം ചെയ്യേണ്ട സമയമാണ്. ഏറ്റവും കൂടുതൽ വളരെയധികം ശ്രദ്ധയോടുകൂടി നാം ചെയ്യേണ്ട പ്രവർത്തനം ഒന്ന്, നമ്മുടെ ശരീരത്തെ ക്ലീൻ ചെയ്യലാണ്. ശരീരത്തെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവர்கள் ആ ഭാഗങ്ങളൊക്കെയും പരാമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ, ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം അത് ഹൃദയമാണെന്നും ആ ഹൃദയം ക്ലീൻ ചെയ്യണമെന്നുമല്ല ബഹുവന്ദരായ സയ്യിദ് അവர்கள் ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തി. ആ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തിന് തകരാറ് വന്നാൽ ശരീരം മുഴുവനും മോശമാണ് എന്ന വിഷയവും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് റമദാനിന്റെ മുന്നൊരുക്കമായി ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തെ ക്ലീൻ ചെയ്യണം. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? നമുക്കറിയാം, കഴിഞ്ഞ റമദാൻ മാസത്തിൽ ആ റമദാൻ വരുന്നതിൻ്റെ മുമ്പ് നമ്മോട് വിട പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. റമദാൻ ആയിട്ടില്ല, റമദാൻ ആകുന്നതിൻ്റെ മുമ്പ് വിട പറഞ്ഞവർ. ബറാഅത്ത് കഴിഞ്ഞു, റമദാന് മുന്നൊരുക്കത്തിന് വേണ്ടി തയ്യാറായിരിക്കുമ്പോൾ റമദാന് വരവേൽക്കാൻ കഴിയാതെ പെട്ടെന്ന് നമ്മോട് വിട പറഞ്ഞവർ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഈ സമയത്ത് ഓർമ്മയുണ്ടാകും. അവർക്ക് റമദാനെ വരവേൽക്കാൻ അവസരം കിട്ടിയില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ട പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റമദാനിലേക്ക് നമ്മെ എത്തിക്കാൻ വേണ്ടി എപ്പോഴും നിരന്തരമായി ദുആ ചെയ്യണം. മുത്തുനബി ദുആ ചെയ്തത് സയ്യിദ് അവர்கள் ഓർമ്മപ്പെടുത്തി. ഇവിടെ നമ്മുടെ പള്ളിയിലെ ഇമാമുമാർ, എല്ലാ പള്ളിയിലെയും ഇമാമുമാർ അജബ് മുതൽ ആരംഭിച്ച ദുആ നടക്കുകയാണ്. നമുക്ക് ആമീൻ പറയാറുമുണ്ട്, ഉസ്താദുമാർ ദുആ ചെയ്യാറുമുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ ഇനി പോരാ. ഇനി നാം ചെയ്യേണ്ടത് എന്താണെന്നറിയോ?
ഇത്രയും നാൾ ഉസ്താദുമാര് ദുആ ചെയ്തല്ലോ, നാം ആമീൻ പറഞ്ഞല്ലോ. ആ ദുആക്കിന് ശക്തി കൂടണം. വബല്ലഗ്നാ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. അതിനുള്ള തൗഫീഖിന് വേണ്ടി ഓരോരുത്തരും പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അത് നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. കാരണം വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം ശരിയാവണം, അത് ക്ലീൻ ആവണം. അതോടൊപ്പം റമദാനെ വരവേൽക്കാൻ നമുക്ക് ആരോഗ്യമുണ്ടാവണം, ആഫിയത്തുണ്ടാവണം, ദീർഘായുസ്സുണ്ടാവണം. റമദാനിൽ തന്നെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമ്മുടെ ശരീരം തന്നെ ഇവിടെ ഉണ്ടാവണം. അതുകൊണ്ട് റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ എന്ന് ഓരോരുത്തരും അവരവർ ഒറ്റക്കിരുന്ന് ദുആ കൂട്ടേണ്ട സമയമാണ്. ഒരു 5 വഖത്ത് നിസ്കാരത്തിൽ മാത്രം ഒതുക്കേണ്ട സമയമല്ല, ധാരാളമായി ദുആ ചെയ്യേണ്ട സമയമാണ്. മാത്രമല്ല അല്ലാഹുവിലേക്ക് ഓരോ ദാസനും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ ആകുമ്പോഴേക്കും 365 ദിവസത്തിന്റെ ഇടയ്ക്ക് റമദാൻ വിട പറഞ്ഞതിന് ശേഷം ഈ റമദാൻ വരുന്നതിന്റെ മുമ്പ് ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ എത്രയാണ്? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചിട്ട് റബ്ബിലേക്കൊന്ന് ചിന്തിച്ച് ദുആ ചെയ്യണം. ഒന്ന് തൗബയിലേക്ക് അടുക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിച്ചത് കണ്ടില്ലയോ? മല്ലസിമൽ ഇസ്തിഗ്ഫാറ മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ദിമ്മിൻ മഖ്റജാ വയർസുഖുല്ലാഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും തൗബയുടെ പ്രധാനപ്പെട്ട ഒരു വാചകം, ഒരു ദിക്ർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ നിർബന്ധമായും ഒരാൾ പതിവാക്കിയാൽ മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ, വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ടെൻഷനുകളും അവരിൽ നിന്ന് ദൂരീകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാത്രമല്ല മുത്തുനബി തങ്ങൾ പറയുകയാണ്, വയർസുഖുല്ലാഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവൻ കണക്കാക്കാത്ത മാർഗത്തിലൂടെ, അവൻ അറിയാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല അവന് ഭക്ഷണം നൽകുന്നതാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനെ വരവേൽക്കാൻ അതിന്റെ മുന്നൊരുക്കത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെ ക്ലീൻ ചെയ്യലാണ്. നമ്മുടെ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ്. തൗബകൾക്ക് വേഗത കൂട്ടേണ്ട സമയമാണ്. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് അടുക്കേണ്ട സമയമാണ്. നിങ്ങൾ കണ്ടില്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, എന്തേ ഒരു മനുഷ്യൻ അവനതാ ഒരു വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് അവൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവനതാ ഒരു സ്ഥലത്ത് എന്തോ ഒരു ആവശ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന്റെ വാഹനം അവനെയും വിട്ട മരുഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോയി, അഥവാ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എങ്ങോട്ടാണ് പോയതെന്ന് ഈ മനുഷ്യനെ അറിയില്ല. മരുഭൂമിയാണ്, ആരാരുമില്ലാത്ത സ്ഥലമാണ്. അവന് വെള്ളം കുടിക്കണമെങ്കിൽ അവന്റെ വാഹനത്തിന്റെ മുകളിലാണ്, അവന്റെ മരുന്നടിക്കണമെങ്കിൽ വാഹനത്തിന്റെ മുകളിലാണ്, ഭക്ഷണം വേണോ അതും അവന്റെ വാഹനത്തിലാണ്. വാഹനമാണെങ്കിൽ അവനെ വിട്ടു വിരിഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് അതേ അവന് വല്ലാത്ത വിഷമത്തിലാണ്, അവൻ നിരാശനാണ്. ഞാൻ ഈ മരുഭൂമിയിൽ കിടന്ന് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ വല്ലാതെ വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട്
ഒരു വൃക്ഷത്തിന്റെ ഒരു തണൽ മരത്തിന്റെ ചുവട്ടിലിരുന്ന് മെല്ലെ മെല്ലെ നിരാശയോടെ ഇരുന്നിട്ട് അവൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അവൻ പെട്ടെന്നതാ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ അടുക്കൽ അവൻ നിരാശപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ വാഹനം അവന്റെ അടുക്കൽ വന്ന് കിട്ടുമ്പോൾ അവൻ പെട്ടെന്നതാ കണ്ണു തുറന്നിട്ട് അതിന്റെ കയറിലെന്ന് പിടിക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്നറിയോ? അവന് അസദ്ദു ഫർഹ, വല്ലാത്ത സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ അവൻ ചിലപ്പോൾ അറിയാതെ പറഞ്ഞുപോയി, അന അബ്ദീ, പടച്ചവനെ നീ എന്റെ അബ്ദാണ്, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷേ ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ ഈ മനുഷ്യനുണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷം അല്ലാഹുവിനുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സന്തോഷം അല്ലാഹുവിനുണ്ട്. നാം ചെയ്തു കൂട്ടിയ തെറ്റ് അല്ലാഹുവിലേക്ക് ഏറ്റു പറഞ്ഞിട്ട് അവനോട് തൗബ ചെയ്താൽ അല്ലാഹു സന്തോഷിക്കുകയാണ്. അശദ്ദു ഫർഹ, വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാം ആ രൂപത്തിൽ നാം അല്ലാഹുവിലേക്ക് അടുക്കണം. ഞാൻ ഓതിവെച്ചാലത്തൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, നാം എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു നമുക്ക് പുറത്തു തരില്ല എന്ന ഒരു ചിന്ത നമ്മുടെ കൽബിൽ വേണ്ട. ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയാൻ പാടില്ല. കണ്ടില്ലേ വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിന്റെ വചനം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, യാ ഇബാദിയല്ലദീന അസ്റഫു, അമിതമായി തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളോട്, അടിമകളോട് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിനെ നിങ്ങൾ ആഗ്രഹിക്കണം. എത്ര വലിയ തെറ്റ് ചെയ്താലും അവൻ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ്. മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞാൽ അല്ലാഹു തആല പൊറുക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുത്തു തരുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഇനി ഞാൻ എല്ലാവരും കുറച്ചുകൂടി അടുത്തിരുന്നോളി. എല്ലാവരും ഒന്നുകൂടി അടുത്ത്, കുറച്ചിൻ്റെ ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് ബാക്കിലിരിക്കാൻ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് കൂടുതൽ സമയം നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. നിയമപാലകന്മാർ എല്ലാം വീക്ഷിക്കുകയാണ് ഇപ്പോൾ. കാരണം എല്ലാവർക്കും അറിയാം, 10 മണിയാകുമ്പോഴേക്ക് അത് നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ സമയം അധികം കളയുന്നില്ല. സയ്യിദവറുകൾ വന്നു. ഞാൻ പറഞ്ഞ വിഷയം പാപങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഏറ്റുപറയുക, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് അടുക്കുക, വിശുദ്ധ റമദാനെ വരവേൽക്കുക. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മുഅ്മിനാത്തുകളും മുഅ്മിനീങ്ങളുമായ സ്ത്രീ പുരുഷന്മാരെല്ലാവരും നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. الصلاة والسلام عليك
يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم أنا سيد ولد آدم يوم القيامة صدق رسول الله. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي آت المنى بحق سيدنا محمد صاحب الآيات والحكم. يا رب سيدنا خير الورى سندا حسن مقاصدنا ذا الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ സയ്യിദുകൾ, ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, ഉമറാക്കൾ, സ്നേഹജീവികളായ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്ത് മജ്‌ലിസിന്റെ വാർഷിക സദസ്സാണ് ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങളിൽ അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും വലിയ റാഹത്തും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം വളരെ വൈകിയും
അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്തു പിരിയാം. ഈ മാസം ശഅബാനാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണം എന്ന് നിർദ്ദേശം വന്ന ആയത്ത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്ത് ഇറങ്ങിയ മാസമാണ് ശഅബാൻ. സ്വലാത്ത് വാർഷികത്തിന് വേണ്ടി ഈ മാസം തിരഞ്ഞെടുത്തതും സ്വലാത്തും ഈ മാസവും തമ്മിൽ വലിയ ബന്ധം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും രക്ഷയുടെ ഏറ്റവും വലിയ മാർഗം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തും അവിടുത്തെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തും അത് നമുക്ക് രക്ഷാ കവചമാണ്. ഏത് പ്രതിസന്ധികളും പരിഹരിക്കാനുള്ള വലിയ മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയവും ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ കിട്ടുന്നുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് റിസാലയുടെ ആരംഭത്തിൽ ആ കാര്യം എഴുതി വച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ലോകത്ത് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഏത് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് പരിഹാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, ഏത് പ്രയാസങ്ങൾ നമുക്ക് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം ഇല്ലാവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിന്റെ ഒക്കെ കാരണക്കാർ. അല്ലാഹുവിന്റെ ഹബീബ് മുഖേനയാണ് നമുക്ക് എല്ലാം ലഭിക്കുന്നത്. അല്ലെങ്കിൽ പല റിപ്പോർട്ടും കാണാം. അല്ലാഹുവാണ് എല്ലാം ഇവിടെ നൽകുന്നത്. ആ നൽകുന്നതൊക്കെ, അല്ലാഹു തരുന്നതൊക്കെ ഓരോരുത്തർക്കും ആവശ്യമായത് വിഹിതിക്കുന്നത് ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി നമുക്ക് കിട്ടുന്നതെല്ലാം അത് നൽകുന്നത് പടച്ച റബ്ബാണ്. ആ വിശ്വാസത്തിൽ നമുക്ക് കളങ്കമുണ്ടാകാൻ പാടില്ല. ഏത് സമയത്തും ഒരു വിശ്വാസിയുടെ മനസ്സ് അടിസ്ഥാനപരമായി തിരിയേണ്ടത് അല്ലാഹുവിലേക്കാണ്. ആ റബ്ബാണ് എല്ലാതും നൽകുന്നത്. ആ റബ്ബാണ് നമുക്ക് എല്ലാം നൽകുന്നത്. ആ റബ്ബ് അതിനുള്ള കാരണങ്ങളായി നിശ്ചയിച്ച ധാരാളം വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. അതാണ് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അവരൊക്കെ നമുക്ക് ഒരു അനുഗ്രഹം കിട്ടാൻ റബ്ബ് നൽകാൻ പല വഴികളും, ഭൗതികമായ വഴികൾ അല്ലാഹു വെച്ചതുപോലെ ചില ആത്മീയമായ അഭൗതികമായ വഴികൾ റബ്ബ് വെച്ചതാണ്. യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിലെല്ലാറ്റിന്റെയും അടിസ്ഥാനം റബ്ബിലേക്കാണ്. നൽകുന്നത് രാജാവായ അല്ലാഹുവാണ്. നാം യഥാർത്ഥത്തിൽ ചോദിക്കുന്നതും രാജാവായ റബ്ബിനോടാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ നിസ്കരിക്കുന്ന സമയത്തും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഓ റബ്ബേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, വേറെ ഒന്നിനെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങൾക്ക് ആരാധ്യനായി വേറെയൊന്നുമില്ല, ഞങ്ങളുടെ റബ്ബായി ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. വഇയ്യാക നസ്തഈൻ. മഹാന്മാരാകുന്ന മുഫസ്സിറുകളൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫിൽ ഉമൂരി കുല്ലിഹാ ഫീ ജമീഇ ഉമൂരിനാ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നത് അത് നിന്നോട് തന്നെയാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഭക്ഷണം പാകം ചെയ്ത വീട്ടുകാരുണ്ട്, പ്രിയപ്പെട്ട റഷീദ്. ആ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ എവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം ആ വീട്ടുകാര് നമുക്ക് ചെയ്തു തന്ന സഹായമാണ്. പക്ഷേ ആ സഹായം അടിസ്ഥാനപരമായി റബ്ബിൽ നിന്നു തന്നെയാണ്. അത് നമുക്ക് തരാൻ അല്ലാഹു നിശ്ചയിച്ച കാരണമാണ്. ആ കുടുംബം എന്ന് പറയുന്നത്, ഭാര്യയിൽ നിന്ന് നാം ഭക്ഷണം ചോദിക്കുമ്പോ ആ ഭാര്യ നമുക്ക് ഭക്ഷണം തരുമ്പോ, അവര് വെള്ളം തരുമ്പോ, അവർ നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുമ്പോ, ഓ സഹോദരാ, അതൊക്കെ അടിസ്ഥാനപരമായി ചെയ്തു തരുന്നത് റബ്ബാണ്. യഥാർത്ഥത്തിൽ അത് നൽകുന്നത് റബ്ബാണ്. പക്ഷേ അത് തരാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഭാര്യ, അത് തരാനുള്ള മാർഗമാണ് ഭർത്താവ്, അത് തരാനുള്ള മാർഗമാണ് ബാപ്പയും ഉമ്മയും, അത് തരാൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ച മാർഗമാണ് നമ്മുടെ മക്കള്. ശമ്പളം നമുക്ക് തരാൻ റബ്ബ് നിശ്ചയിച്ച മാർഗമാണ് മുതലാളി. അങ്ങനെ ഭൗതികമാകുന്ന വിഷയത്തിൽ തന്നെ നാം നമുക്ക് കിട്ടുന്ന സഹായങ്ങളും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുമൊക്കെ അതിന്റെ അടിസ്ഥാനം റബ്ബിൽ നിന്നാണ്. അതുകൊണ്ടാണ് വഇയ്യാക നസ്തഈൻ. എന്റെ എല്ലാ വിഷയത്തിലും അതിൽ ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ല. ഏത് വിഷയത്തിലും ഞാൻ സഹായം ചോദിക്കുന്നത് രാജാവായ ആ റബ്ബിൽ നിന്നാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതിക സഹായങ്ങൾ അത് അല്ലാഹു തആലയിൽ നിന്നാണ് ലഭിക്കുന്നത്. അല്ലാഹു അതിൽ വെച്ച കാരണങ്ങളാണ് ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ കാരണങ്ങൾ. ഇതുപോലെ നമുക്ക് ഉള്ള രോഗങ്ങൾ മാറാൻ, നമ്മുടെ കടങ്ങൾ വീടാൻ, നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പരിഹരിച്ചു കിട്ടാൻ അല്ലാഹു തആല നിശ്ചയിച്ച മറ്റൊരു മാർഗമാണ് മഹാന്മാരായ അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അതുപോലെ ഖുർആൻ പാരായണം, സ്വലാത്ത് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, നല്ല അമലുകൾ ചെയ്യുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാനുള്ള വഴികളാണ്, അല്ലാഹു നിശ്ചയിച്ച മാർഗങ്ങളാണ്. അവിടെ എങ്ങനെയാണോ വിശ്വസിച്ചത്, ഡോക്ടറുടെ അടുക്കൽ രോഗമാകുമ്പോൾ പോകുന്നു, മരുന്ന് മേടിക്കുന്നു, അത് കഴിക്കുന്നു, അവിടെ എന്താണോ നാം വിശ്വസിച്ചത് അതേ വിശ്വാസം തന്നെയാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കളുടെ വിഷയത്തിലും ഔലിയാക്കളുടെ വിഷയത്തിലും സ്വലാത്തിന്റെ മജ്‌ലിസിലും അതുപോലെ പ്രാർത്ഥനയുടെ സദസ്സിലും ഒക്കെ വിശ്വസിക്കേണ്ടത് കേട്ടോ. എല്ലാം തരുന്നത് അല്ലാഹുവാണ്.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനുള്ള നിമിത്തങ്ങളാണ്. ഇത് നാം മനസ്സിലാക്കി വെച്ചാൽ ഒരിക്കലും തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആശയങ്ങളിൽ ഒരു സംശയവും നമുക്കുണ്ടാകില്ല. സംശയിക്കാൻ ഒരു വകുപ്പുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പഠിപ്പിച്ചത്, അന സയ്യിദു വൽദി ആദം, മനുഷ്യരുടെ മുഴുവനും അഭയ കേന്ദ്രമാണ് ഞാൻ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരുടെയും അഭയ കേന്ദ്രമാണ് ഞാൻ. പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് സമീപിക്കാനുള്ള, നിങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കിട്ടാനുള്ള വഴിയാണ് ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ ഹദീസിലെ സയ്യിദ് എന്ന വാചകത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സയ്യിദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോ അവർക്ക് വിളിക്കാനുള്ള നേതാവ്, അവർക്ക് സമീപിക്കാനുള്ള നേതാവ്, അവരെ സങ്കടങ്ങൾ പറയാനുള്ള നേതാവ്, സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത് സ്വലാത്തുകൾ ചൊല്ലി ആ തങ്ങളെ വിളിച്ചാൽ പരിഹാരം വരുന്ന നേതാവ്, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മജ്‌ലിസിനെ നാം വെറുതെ കാണരുത്, ഈ മജ്‌ലിസിനെ നാം ചെറുതായി കാണരുത്. ഇവിടെ നടക്കുന്ന മജ്‌ലിസുകൾ, സ്വലാത്തിന്റെ സദസ്സുകൾ, അതിനെ നാം ചെറുതായി കാണരുത്. നമ്മുടെ ഏതു പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കാനുള്ള സദസ്സുകളാണത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്ത വിഷയമാണ്. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുക എന്നത് ശിആറു അഹ്ലി സുന്നത്തി വൽ ജമാഅ, ഇത് സുന്നികളുടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അടയാളമാണ്. കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ, സ്വലാത്തിന്റെ മജ്‌ലിസുകൾ നടത്താൻ, അതിൽ പങ്കെടുക്കാൻ, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബിനെ നാം സ്നേഹിക്കുകയും മഹബ്ബത്ത് വെക്കുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ സഹോദരങ്ങളെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മുത്തുനബിയുടെ സഹയാത്രികനാണല്ലോ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും അതാ യാത്രക്കിടയിൽ ഒരു ഗുഹയിൽ കയറിയിട്ട് ആ ഗുഹയിൽ വിശ്രമിക്കുകയാണ്. ആ ഗുഹയിൽ വിശ്രമിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും രണ്ടുപേരും ഗുഹയുടെ ഉള്ളിലിരിക്കുമ്പോ പല സംഭവങ്ങളും അവിടെ കണ്ടിട്ടുണ്ട്, പലതും അവിടെ ഉണ്ടായിട്ടുണ്ട്. ചരിത്രങ്ങൾ പരതിയാൽ നമുക്കത് കാണാൻ കഴിയും. അതിലേറ്റവും അത്ഭുതകരമായ ഒരു സംഭവം കണ്ടോ നിങ്ങൾ? സിദ്ദീഖുകൾക്ക് വല്ലാത്ത ദാഹമുണ്ട്, വെള്ളം ആവശ്യമായി വരികയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുത്തായ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ വല്ലാത്ത ദാഹമുണ്ടല്ലോ, ഒരൽപ്പം വെള്ളം കിട്ടണമല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മലമുകളിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തയ്യാറായില്ല. മുത്തുനബിയുടെ കയ്യിൽ വെള്ളമില്ലെന്ന് തങ്ങൾക്കറിയാം, സിദ്ദീഖ് തങ്ങൾക്കറിയാം.
കാരണം രണ്ടുപേരും ഒരുമിച്ചാണ് മക്കയിൽ നിന്ന് യാത്ര തുടങ്ങിയത്, രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത്, രണ്ടുപേരും ഒരുമിച്ചാണ് മല കയറുന്നത്. സഹോദരങ്ങളെ, തങ്ങളെ കയ്യിൽ വെള്ളമില്ല. ആ മലയിൽ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വെള്ളം അന്വേഷിക്കാൻ ശുദ്ധീകരണങ്ങൾ തയ്യാറായില്ല. കാരണം എന്താണെന്നറിയോ? നേരത്തെ ആ ഗുഹയിലിരിക്കുന്ന സമയത്ത് മേൽഭാഗത്ത് വന്ന് ശത്രുക്കൾ ഇങ്ങനെ തിരയുന്നത് കണ്ടിരുന്നു. അത് കണ്ടപ്പോഴാണ് ശുദ്ധീകരണങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞത്, നബിയേ, മേൽഭാഗത്ത് ശത്രുക്കൾ വന്ന് തിരയുന്നുണ്ട്, അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ, അവരുടെ കാലിന്റെ അടിഭാഗത്തേക്ക് നോക്കിയാൽ അവര് നമ്മളെ കാണുമല്ലോ. ഞാൻ കൊല്ലപ്പെട്ടാലും പ്രശ്നമില്ല, ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ശത്രുക്കളുടെ ശ്രദ്ധയിൽ തങ്ങൾ പെട്ടുപോയാൽ, അവര് വന്ന് വല്ല അക്രമവും ചെയ്താൽ ഈ ഉമ്മത്ത് നശിച്ചു പോയല്ലോ, ഈ ലോകം നശിച്ചു പോയല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ വിഷമിക്കേണ്ടതില്ല, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, നിങ്ങൾ പേടിക്കേണ്ടതില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആ വാക്ക് കേട്ടുകൊണ്ടാണ് മനസ്സിന് സമാധാനം ഉണ്ടായത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി വെള്ളം അന്വേഷിച്ചില്ല. ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ, തങ്ങളിവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അത് തങ്ങളുടെ ശരീരത്തിന് വല്ല പ്രയാസവും ഉണ്ടാക്കുമല്ലോ, അവര് തങ്ങളെ ആക്രമിക്കുമല്ലോ. അതാ സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയോട് ചോദിക്കുകയാണ്, നബിയേ, വെള്ളം വേണം, വല്ലാത്ത ദാഹമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, ഇദ്ഹബ് ഇലാ സ്വദിൽ ഗാർ, നിങ്ങൾ ആ ഗുഹാമുഖത്തേക്ക് ചെല്ല്, അവിടെ നിങ്ങൾക്ക് വെള്ളം ഉണ്ടാവും. അവിടുന്ന് ഇങ്ങോട്ട് വന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അങ്ങനെ ഒരു വെള്ളം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ മുത്തുനബി തങ്ങളുടെ വാക്ക് കേട്ട് ഗുഹാമുഖത്ത് കവാടത്തിന്റെ സമീപത്ത് വന്ന് നോക്കുമ്പോ നല്ല സുന്ദരമായ ഒരു അരുവി ഒഴുകുന്നുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വെള്ളം കുടിക്കുകയാണ്, നല്ലവണ്ണം കുടിക്കുകയാണ്, ദാഹം തീരുന്നത് വരെ കുടിക്കുകയാണ്. തിരിച്ച് തങ്ങളെ സമീപത്ത് വന്നപ്പോ തങ്ങൾ ചോദിച്ചു, ശരിബത്ത യാ അബൂബക്കർ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ മറുപടി പറയുകയാണ്, ശരിബത്തു മാഅൻ അഹ്ലാ മിനൽ അസലി വഅൽവ അബിയ മിനൽ ലബനി വഅസ്കാ റായിഹതൻ മിനൽ മിസ്കി യാ റസൂലല്ലാഹ്. ഓ നബിയേ, ഞാൻ കുടിച്ച വെള്ളം തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള സുന്ദരമായ വെള്ളം ഞാൻ കുടിച്ചു നബിയേ. എന്റെ ദാഹം തീരുന്നത് വരെ ആ വെള്ളം കുടിച്ചു നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, ആ വെള്ളം ഏതാ നിങ്ങൾക്കറിയോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല. കാരണം നേരത്തെ ഇങ്ങോട്ട് കിടക്കുമ്പോൾ അങ്ങനെ ഒരു അരുവി അവിടെ ഇല്ല. ഈ വെള്ളം ഏതാണ്, എവിടെ നിന്നാണ്, ഇങ്ങനെ വന്നതാണ് എനിക്കറിയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഓ അബൂബക്കറേ, നിങ്ങൾ എന്നോട് വെള്ളം ചോദിച്ചപ്പോ അല്ലാഹു തആല അതാ സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗ്ഗത്തിലെ പുഴകളുടെ കാവൽക്കാരനായ ഒരു മലക്കിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ മലക്കേ,
ആ ഗുഹാമുഖത്തേക്ക് നിങ്ങൾ വെള്ളമൊലിപ്പിക്കണം. സ്വർഗത്തിൽ നിന്നുള്ള വെള്ളമൊലിപ്പിക്കണം. അതെന്തിനാണ്? അബൂബക്കറിന് വെള്ളം കുടിക്കാനാണ്. ആ വെള്ളമാണ് നിങ്ങൾ കുടിച്ചത്. സ്വർഗത്തിലെ വെള്ളമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതേത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മറവി രോഗമുണ്ടായപ്പോൾ ആ അബൂ ഹുറൈറ തങ്ങൾ ഡോക്ടറെ സമീപിച്ചില്ല. ആ കാലത്തെ വൈദ്യനെ സമീപിച്ചില്ല. ആ കാലഘട്ടത്തിലെ ഒരു ചികിത്സാ രീതിയും സമീപിച്ചില്ല. അബൂ ഹുറൈറ തങ്ങൾ ചെയ്തതെന്താണ്? വൈദ്യന്മാരുടെയും വൈദ്യനായ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വരുന്നു. തങ്ങളോട് വന്നിട്ട് സങ്കടം പറയുന്നു. ഏത് പഠിച്ചാലും ഞാൻ മറക്കുകയാണ്. തങ്ങൾ പറഞ്ഞു തരുന്ന ഹദീസൊക്കെ ഞാൻ മറന്നു പോവുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതെന്താണ്? അവിടുന്ന് അബൂ ഹുറൈറയോട് പറയുന്നു, നിങ്ങൾ ആ മുണ്ടൊന്ന് എന്റെ മുന്നിൽ വിരിക്കൂ അബൂ ഹുറൈറ. അബൂ ഹുറൈറ മുണ്ട് വിരിച്ചു കൊടുക്കുകയാണ്. തങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കോരിയിട്ട് ആ മുണ്ടിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതാ മുത്തുനിബിതങ്ങൾ ആ മുണ്ടിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അബൂ ഹുറൈറയോട് പറയുന്നു, അബൂ ഹുറൈറ, ഇത് നിങ്ങളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മുണ്ട് എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതിന് ശേഷം പിന്നെ എനിക്ക് മറവി രോഗമുണ്ടായിട്ടില്ല. ഒരു ഹദീസും കേട്ടത് ഞാൻ മറന്നു പോയിട്ടില്ല. വിശദീകരിക്കാൻ സമയമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവസാനമായ ഒറ്റ കാര്യം കൂടി പറയട്ടെ. വഫാത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുത്തെ റൗളയുടെ സമീപത്ത് ഒരു സ്വഹാബി വര്യൻ വരികയാണ്. വരുന്നതാരാണ്? മഹാനായ ബിലാൽ ബിൻ ഹാരിസിൽ മുസനി റളിയല്ലാഹു അൻഹു. ഹാഫിദ് ബിൻ കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായില, ഹാഫിദ് ബിൻ ഹജറിൻ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ, അതുപോലെ ധാരാളം ഇമാമികൾ അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലമാണ്. അസാബന്നാസ ഖഹ്തുൻ ഫീ സമനി ഉമറ. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്ത് അവിടുന്ന് രാജ്യം ഭരിക്കുന്ന സമയത്ത് നാട്ടിൽ വലിയ വരൾച്ച വരികയാണ്. ഇബ്നു കസീർ ആ വരൾച്ചയെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതാ പൊടിപടലങ്ങൾ മുഴുവനും അവിടുത്തെ സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഉണങ്ങിയിട്ട് പൊടിപടലങ്ങളായിട്ട് ധൂളികളായി മാറിയിട്ട് ഒരു കാറ്റടിച്ചാൽ അന്തരീക്ഷം മുഴുവനും കറുത്തിരുണ്ട്. വെള്ളമില്ലാതെ പച്ചപ്പില്ലാതെ കറുത്തിരുണ്ട് പോകുന്ന ഒരു അവസ്ഥ. മൃഗങ്ങളും പറവകളും ഒക്കെ ചത്തൊടുങ്ങുന്ന ഒരവസ്ഥ. ജനങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ പോലും വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥ. വല്ലാത്ത ഒരു ഗതികേടിലാണ് ആ സമയമുള്ളത്. അപ്പോഴാണ് അതാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ബിലാൽ ഇബ്നു ഹാരിസിൽ മുസനി എന്ന സ്വഹാബി വര്യൻ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വരികയാണ്. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയാ, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. ഓ നബിയേ, തങ്ങളെ ഉമ്മത്ത് വലിയ നാശത്തിലാണ്, വെള്ളം കിട്ടാതെ വലിയ പ്രയാസത്തിലാണ്, വരൾച്ചയിലാണ്. അതുകൊണ്ട് തങ്ങൾ വെള്ളം മേടിച്ചു തരണം.
തങ്ങൾ മഴയുണ്ടാക്കി തരണം. ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ വഫാത്തായ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് തങ്ങളുടെ ഭരണവും കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണം നടക്കുന്ന സമയത്ത് ചെന്ന് ചോദിക്കുകയാണ്. മഹാനായ ബിലാൽ ഇബ്നു ഹാരിസിൽ മുസരി തങ്ങൾ ഇത് ചോദിച്ച് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തും പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. സഹോദരങ്ങളെ, അതാ വീട്ടിൽ വന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയുടെ അടുക്കൽ ഉറക്കിൽ വരികയാണ്, സ്വപ്നത്തിൽ വരികയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, ബിലാൽ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ ചെല്ലണം, ഭരണകർത്താവിന്റെ അടുക്കൽ ചെല്ലണം, സന്തോഷം അറിയിക്കണം, മഴ ലഭിക്കും എന്ന വിവരം പറയണം, വിഷമിക്കേണ്ടതില്ല എന്ന് പറയണം. ഭരണത്തിൽ ആവശ്യമായ ചില പരിവർത്തനങ്ങൾ, ചില മാറ്റങ്ങൾ വരുത്താൻ ആ സ്വപ്നത്തിൽ മുത്തുനബി തങ്ങൾ നിർദ്ദേശിക്കുകയാണ്. അതാ മഹാനായ ബിലാൽ ഇബ്നു ഹാരിസിൽ മുസരി സ്വഹാബി വര്യനാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങൾ ഉദ്ധരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്, അഹദു സ്വഹാബികളിൽ പെട്ട ഒരാളാണ് ബിലാൽ ഇബ്നു ഹാരിസിൽ മുസരി. ഈ സ്വപ്നം കണ്ട റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പോയി വെള്ളം ചോദിച്ച, മഴ ആവശ്യപ്പെട്ട വ്യക്തി എന്ന് ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങൾ ഉദ്ധരിക്കുന്നു. സഹോദരങ്ങളെ, മഹാനായ ബിലാൽ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ ചെന്നു. ചെന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വിവരമൊക്കെ പറഞ്ഞപ്പോ ഉമർ തങ്ങൾ അവിടുന്ന് അതാ കരയുകയാണ്. എനിക്ക് കഴിയാത്ത, എന്നെ കൊണ്ട് സാധിക്കാത്ത വിഷയങ്ങളിലല്ലാതെ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ലല്ലോ ഭരണരംഗത്ത്. ഇത് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയുകയാണ്. സഹോദരങ്ങളെ, വഫാത്തായ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വെള്ളം ആവശ്യം വന്നപ്പോ, മഴയില്ലാത്ത കാലം വന്നപ്പോ, ജനങ്ങൾ പ്രയാസത്തിലായപ്പോ, പക്ഷികളും പറവകളും ഒക്കെ ചത്തുടങ്ങാൻ തുടങ്ങിയപ്പോ, ബിലാൽ തങ്ങളെന്ന സ്വഹാബി വര്യൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറയുന്നു. മുത്തുനബിയുടെ റൗളയിൽ വരുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾ നമ്മുടെ അഭയ കേന്ദ്രമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്ന നേതാവാണ്. അതിന് ഈ ഉദാഹരണം പറയേണ്ടതില്ല. ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംശയിക്കേണ്ടതില്ല. സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തോ, ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോ സ്വലാത്തുകൾ ചൊല്ലിക്കോ. കടങ്ങൾ വീടാൻ അത് മാർഗമാണ്, രോഗങ്ങൾ മാറാൻ അത് മാർഗമാണ്, അതേ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ അത് വഴിയാണ്. മഹാനായ ഖുതുബുൽ അഖ്താബ് അൽ-ഗൗസുൽ അഅ്ലം അശ്ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീദ് തങ്ങളുടെ അസ്സഫീനത്തുൽ ഖാദിരിയ എന്ന ഗ്രന്ഥത്തിൽ ഇത്തരം ധാരാളം അനുഭവങ്ങൾ കാണാം, വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കടങ്ങൾ വീടിയത്, സ്വലാത്തുകൾ ചൊല്ലിയിട്ട് രോഗങ്ങൾ മാറിയത്. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങൾ അവിടുത്തെ സഅദത്തുൽ ദാറൈനിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള ഉമ്മമാരെ, സ്വലാത്താണ് നമുക്ക് രക്ഷയുടെ മാർഗം. സ്വലാത്തിന്റെ മജ്‌ലിസാണ് നമ്മുടെ രക്ഷയുടെ മാർഗം. വരുന്നത് റമളാനാണല്ലോ. ഒരൊറ്റ കാര്യം കൂടി റമളാനുമായി ബന്ധപ്പെട്ടു പറയട്ടെ. റമളാനിന്റെ മഹത്വം ചെറുതല്ല, എല്ലാവരും ആഗ്രഹിച്ച വലിയ മഹത്വമാണ്.
അത് ഈ ഉമ്മത്തിന് അല്ലാഹു കനിഞ്ഞേകിയതാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു ദിവസം റബ്ബിനോട് ചോദിക്കുകയാണ്, യാ റബ്ബ്, ഓ പടച്ച റബ്ബേ, അക്രംതനീ ബിത്തക്ലീം, എനിക്ക് സംസാരിക്കാനുള്ള വഴി നീ ഒരുക്കി തന്നല്ലോ. എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു, ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നു. അങ്ങനെയുള്ള അവസരം നീ എനിക്ക് തന്നെ ആദരിച്ചിട്ടുണ്ട്. ഫഹൽ അഅതൈത അഹദൻ മിസ്ല ദാലിക, ഇങ്ങനെ ഒരു മഹത്വം എനിക്ക് തന്ന പവർ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മഹത്വം നീ നൽകിയിട്ടുണ്ടോ? അപ്പോഴാണ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, യാ മൂസാ, ഇന്നലി ഇബാദൻ നുഖിജുഹും ഫീ ആഖിരിസ് സമാൻ വഉക്രിമുഹും ബിശഹരി റമളാൻ. ഓ മൂസാ നബിയെ, ഞാൻ നിങ്ങൾക്ക് തന്ന ആദരവ് അതെന്താണ്? നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു, അതിന് രണ്ടിനുള്ള അവസരം ഉണ്ടാക്കി. ഇതിനേക്കാൾ വലിയ ആദരവ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചത്? ഉണ്ട്. ഈ ഒരു സമുദായത്തിൽ എന്റെ ഖിയാമത്ത് നാൾ വരുന്നതിന്റെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ തങ്ങളുടെ അനുയായികളാകുന്ന അവിടുത്തെ ആ തങ്ങളുടെ ഉമ്മത്താകുന്ന എന്റെ അടിമകൾ വരും. ആ അടിമകളെ ഞാൻ പറഞ്ഞേക്കുന്നത് അവസാന കാലത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഉമ്മത്തും ഇവിടെ വരാനിരിക്കുന്നുണ്ട്. അവർക്ക് വലിയ ഒരു ആദരവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ആദരവ് എന്താണ്? ബിശഹരി റമളാൻ, റമളാൻ മാസമാണ്. റമളാൻ മാസമാണ് അവർക്ക് നൽകിയ ആദരവ്. സഹോദരങ്ങളെ, റമളാനിനെ വെറുതെയായി കാണല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു, ഫഅകൂനു അഖറബ ലിഅഹദിഹിം മിൻക. ഓ മൂസാ നബിയേ, ഞാനും നിങ്ങളും തമ്മിലുള്ള അടുപ്പമുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ബന്ധമാണ് ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനോടുള്ളത്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനേക്കാൾ വലുതാണ്. കാരണം നീ അന്നക കല്ലംതനീ വബൈനി വബൈനക അൽഫു ഹിജാബ്. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും ഇടയിൽ 1000-ഓളം വരുന്ന മറകളുണ്ട്. 1000-ഓളം വരുന്ന മറകളുണ്ട്. അതേസമയം ഫഇദാ സ്വാമത് ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ സമുദായം അവരങ്ങ് നോമ്പെടുത്ത് റമളാനിൽ നോമ്പെടുത്താൽ അതാ അവരുടെ മുഖങ്ങളൊക്കെ അതിന്റെ നിറം മാറിപ്പോയിട്ടുണ്ട്, ചുണ്ട് വരണ്ടു പോയിട്ടുണ്ട്. റമളാനിൽ ദാഹം ശമിച്ച് വിശപ്പ് സഹിച്ച് അവരതാ നോമ്പെടുത്താൽ അർഫഉൽ ഹുജുബ ബൈനി വബൈനഹും വഖ്ത ഇഫ്താരിഹിം, അവര് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ എന്റെയും അവരുടെയും ഇടയിൽ പിന്നെ ഒരു മറയുമില്ല. എല്ലാ മറയും മാറ്റിവെക്കുകയാണ്. ഞാൻ എല്ലാ മറയും ഉയർത്തി കളയുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, ഓ മൂസാ നബിയേ, ആ റമളാനിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വെള്ളം നൽകുന്നവര്
നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം നൽകുന്നവര്, നോമ്പ് തുറയുടെ സമയത്ത് അവരുടെ ദാഹം തീർക്കാൻ, വിശപ്പകറ്റാൻ ഭക്ഷണ പാനീയങ്ങൾ നൽകുന്നവര്, തൂബാ, അവർക്കാണ് സന്തോഷം കേട്ടോ, അവർക്കാണ് അഭിനന്ദനങ്ങൾ കേട്ടോ. സഹോദരങ്ങളെ, വരാനിരിക്കുന്ന റമദാനിനെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തിയത്. റമദാനിനെ സ്വീകരിക്കണം, പരമാവധി ഇബാദത്തുകൾ ചെയ്യണം, സ്വലാത്തുകൾ നിർവഹിക്കണം, നിസ്കാരങ്ങൾ നിർവഹിക്കണം, ജമാഅത്ത് മുടക്കാതെ പങ്കെടുക്കണം, കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം. ഖുർആനിന്റെ മാസമാണ് റമദാൻ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ റമദാനിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം. ഇമാമുന ശാഫിഈ തങ്ങൾ നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലേ, അവിടുന്ന് എല്ലാ ദിവസവും ഒരു തവണ ഖുർആൻ ഖത്മ ചെയ്യും. റമദാനാകുമ്പോൾ 2 തവണ ഖത്മ ചെയ്യും. ഈ കഴിഞ്ഞ റജബ് മാസം സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് അജ്മീർ ഖാജാ തങ്ങളുടെ ആണ്ടിന്റെ മാസം കഴിഞ്ഞില്ലേ? ആ ഖാജാ തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? 70 വർഷക്കാലം എല്ലാ ദിവസവും 2 തവണ ഖുർആൻ ഖത്മ ചെയ്തിരുന്നയാളാണ് ഖാജാ തങ്ങൾ കേട്ടോ. ഓരോ ഖത്മും കഴിയുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ. ഓ മുഈനുദ്ദീനെ, നിങ്ങൾ ഓതിയ ഖത്മ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ ഓതിയ ഖത്മ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഓരോ ദിവസവും 2 തവണ ഖത്മ ഓതുകയാണ്. ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുകയാണ്. സംശയിക്കണ്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു ദിവസം തന്നെ 2ഉം 3ഉം 4ഉം ഒക്കെ ഖത്മുകൾ ഓതിയ ചരിത്രം പണ്ഡിതന്മാരിൽ നിന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ ഇമാമിങ്ങൾ അങ്ങനെയാണ്. ഇന്നും നമ്മുടെ നാടുകളിലുള്ള ഹിഫ്ദുൽ ഖുർആൻ കോളേജുകൾ, അവിടെ നിന്ന് ഹാഫിളാകുന്ന വിദ്യാർത്ഥികൾ, അവര് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അതാ ഉസ്താദിന്റെ മുന്നിൽ ഫാത്തിഹ ഓതി എന്ന് തുടങ്ങിയിട്ട് മഗ്രിബിന്റെ സമയമാകുമ്പോഴേക്ക് ഖത്മ ഓതി തീർത്ത്, കാണാതെ ഓതി തീർക്കുന്ന ചരിത്രം ഇന്നും നമ്മുടെ കേരളത്തിലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളിൽ ഉണ്ടെങ്കിൽ, വിദേശ നാടുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും 2 തവണ ഖുർആൻ ഖത്മ ചെയ്തിരുന്നു. നിസ്കാരത്തിലും അതുപോലെ അതിന്റെ പുറത്തുമായിട്ട് ഖുർആൻ ഓതിയിരുന്നു ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ. ഖുർആൻ റമദാനിന്റെ മാസം, റമദാൻ ഖുർആനിന്റെ മാസമാണ്, ഖുർആനിന്റെ വാർഷികമാണ്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അത് ഓതാൻ, അത് വർദ്ധിപ്പിക്കാൻ റമദാനിൽ സമയം കണ്ടെത്തണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 11 ഇസ്തിഗ്ഫാറും 11 തഹ്ലീലും 11 സ്വലാത്തും ചൊല്ലി അഭിവന്യരായ തങ്ങളുപ്പാപ്പ ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിനെ സഹായിച്ചവരുണ്ട്, ഭക്ഷണത്തിന് സഹായം നൽകിയവരുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സദസ്സിനെ
പല ഉദ്ദേശങ്ങളും വെച്ച് ഇവിടെ പങ്കെടുത്ത ആളുകളുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മുത്തുനബിയുടെ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. 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 ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂരി മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി നൂരി മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് ദുആ ഇവിടെ നടക്കും. നിങ്ങളൊക്കെ ഈ മജ്‌ലിസ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മജ്‌ലിസ് നടക്കുമ്പോൾ ഇതുകൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ നമ്മിൽ നിന്ന് മരണപ്പെട്ട മുൻഗാമികളാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, അവരാണ് ഇത്തരം മജ്‌ലിസ് കൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. അല്ലാഹു അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അവരെ ഖബറുകൾ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. അവരെ ഖബറിൽ എല്ലാവിധ സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു പ്രകാശം ചൊരിയട്ടെ, വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി കുറച്ച് തഹ്ലീലുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് മാതാപിതാക്കള്, ഉസ്താദുമാര്, നമ്മുടെ വല്യമ്മമാര്, കുടുംബങ്ങൾ, അവർക്ക് വേണ്ടി കുറച്ച് തഹ്ലീല് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. എല്ലാ ആളുകളും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് കയ്യിലുള്ള നല്ല ഒരു സ്വതക്ക ദിക്ർ ചൊല്ലുമ്പോൾ, തഹ്ലീല് ചൊല്ലുമ്പോൾ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്ന് തരണം. എല്ലാവരും നല്ല ഒരു സ്വതക്ക, ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ മനസ്സ് അവരൊക്കെ വിചാരിച്ച് മനസ്സിൽ വെച്ച് എല്ലാവരും അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇരുന്നോളൂ. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ദുആ ചെയ്തു. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാട് ചങ്ങരംകുളത്തിനടുത്ത് പാലക്കാട് ജില്ലയിലേക്ക് കടന്ന ഉടനെ ആ പരിസരങ്ങളിലെ 7 മഹാന്മാർ, ബഹുമാനപ്പെട്ട അയിലക്കാട് സഈദ് സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹു അൻഹു, അറക്കൽ കുഞ്ഞുമരക്കാർ മൂപ്പർ റളിയല്ലാഹു അൻഹു, കോകൂര് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, പൊള്ളന്നൂർ അവറാൻകുട്ടി പാപ്പ റളിയല്ലാഹു അൻഹു, കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, കക്കിടിപ്പുറം അബ്ദുറഹ്മാൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, കൊഴിക്കര കണ്ടങ്കായി ആലി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. ഈ 7 മഹാന്മാരുടെ സ്മരണയായി കാം ഖുർആൻ അക്കാദമി, കണ്ടങ്കായി ആലി മുസ്ലിയാർ ഖുർആൻ അക്കാദമി എന്ന പേരിൽ ചെറിയ ഒരു സ്ഥാപനം അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ദർസ് അവിടെയാണുള്ള 100 വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. 33 മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളുകളാകുന്ന മക്കളാണ്. അതിൽ 15ഓളം വിദ്യാർത്ഥികൾ ഹാഫിളുകളായി തുടർ പഠനം നടത്തുന്നു. 33 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഹിഫ്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആ വഴിക്ക് വരുമ്പോൾ അവിടെയൊക്കെ ഒന്ന് വരാൻ, ആ മക്കളെയൊക്കെ ഒന്ന് കാണാൻ, അവരെ കൊണ്ടൊക്കെ ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ
സമയം കണ്ടെത്തണമെന്ന് സാമ്പത്തികമായി ഉണർത്തുക. പലരും ആ വഴിക്കൊക്കെ വരുന്നവരുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഇന്നപ്പോൾ നിഷാദിക്കാതെ പറഞ്ഞ ഒരാളെ കാണാനുണ്ട്. അവരെ മകളും എൻ്റെ മകളും രണ്ടുപേരും ഒരു ഹിഫ്ളിൽ ഒരുമിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഇരുന്നപ്പോൾ നേരത്തെ വന്നു കണ്ടപ്പോഴാണ് ഈ ഭാഗത്ത് ഇവരാണ് അവരുടെ വീട് മനസ്സിലാക്കുന്നത്. ഏതായാലും അങ്ങനെ ആ ഭാഗത്തൊക്കെ വരുന്നവരുണ്ട്. നമ്മുടെ സ്വാലിഹ് നേരത്തെ പരിചയപ്പെട്ടു. അവരാ ഭാഗങ്ങളിലൊക്കെ വരുന്നവർ, അങ്ങനെ കച്ചവടത്തിലും മറ്റൊക്കെ ആ വഴിക്ക് വരുന്നവർ ഹൈവേയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ നമ്മുടെ ഈ സ്ഥാപനമാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വന്ന ഖുർആൻ പഠിക്കുന്ന മക്കളൊക്കെ കണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു കുട്ടി 3 വർഷം ആകുമ്പോൾ ഹാഫിളാവും. ഈ 3 വർഷം കൊണ്ട് ആ കുട്ടി 1000-ലേറെ തവണയാണ് ഖുർആൻ ഓതുന്നത്. 1000-ലേറെ തവണ ഖുർആൻ. നമ്മളൊക്കെ യാസീൻ ഓതിയിട്ടുണ്ടാവില്ല അത്ര അല്ലേ? ഖത്മ് നമ്മളെ ജീവിതത്തിൽ ഓതിയത് എണ്ണി നോക്കിയാൽ ചിലപ്പോൾ കൈവരൽ പൂർണ്ണമാവില്ല. നമ്മൾ 10 വട്ടം ജയിച്ചാലും ഓതില്ല അത്ര ഖത്മ്. ഈ കുട്ടികൾ അവർ ഹാഫിളാകാൻ വേണ്ടി ആവർത്തിച്ച് ഓതി അവരെ നാവ് പൂർണ്ണമായി കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. അവരെ ഹൃദയം അല്ലാഹുവിന്റെ ഖുർആനാണ്. രാവിലെ സുബഹിയുടെ മുമ്പ് തന്നെ എഴുന്നേറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ തന്നെ രാത്രി ഉറങ്ങാൻ 10, 11, 12 ഒക്കെ സമയം വരെ ഇരുന്നോടുന്ന മക്കളും ചിലപ്പോൾ വഴക്കൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ 1.5 മണിക്കൂർ ഇരുന്ന് അവരുടെ പായിലിരുന്ന് ഖുർആൻ ഓതുന്നുണ്ടാവും. രാവിലെ പാഠം ഓതി കൊടുക്കണം ഉസ്താദെ, അത് കാരണം ഓതുക ഉറങ്ങാതെ ഓതുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ മക്കള് വല്ലാത്ത ദുആ ഇജാബത്തുള്ള മക്കളാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ കഴിയുന്ന ആളുകളൊക്കെ അവിടെ വരാൻ കഴിയുന്നവരൊക്കെ വരണം. ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ മനസ്സുകൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് ഒരു ചാക്ക് അരിയെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ റമദാനിലോ അല്ലെങ്കിൽ അതിന്റെ ശേഷമോ എനിക്ക് കഴിയുന്ന സമയത്ത് ഒരു ചാക്ക് അരി, ഒരു 2000 രൂപയൊക്കെ അതിന് വരിക, ആ മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഞാൻ കൊടുക്കുമെന്ന് മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ചാൽ അല്ലാഹു അതിന് തൗഫീഖ് തരും. ഇവിടുത്തെ ഉമ്മമാരും സഹോദരങ്ങളും ഒക്കെ പറ്റാവുന്നവരൊക്കെ കഴിയാവുന്നവർ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചാൽ മതി. ഉസ്താദുമാരുമായി ബന്ധപ്പെട്ടാൽ നമ്പർ മേടിച്ച് ഒന്ന് ആ വിവരം അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് എത്തിക്കേണ്ടത് അൽഹംദുലില്ലാഹ് നമ്മുടെ റഷീദ് അല്ലാഹു കബൂലാക്കട്ടെ. അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയ സന്തോഷം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. നിഷാദിക്ക അൽഹംദുലില്ലാഹ് ഒരു ചാക്ക് അരി അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊരു ചാക്ക് അരി തന്നാൽ ആ മക്കൾ ഒരു 3 ദിവസം ഭക്ഷണം കഴിക്കും. അൽഹംദുലില്ലാഹ് ഓരോ മുത്തഅല്ലിമും ഹാഫിളും അവർ ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ് ഈ സഹോദരൻ ഒരു ചാക്ക് അരി അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അവിടെ സ്വാലിഹ് എത്ര ഒരു ചാക്ക് അരി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ കഴിയാവുന്നവർ ഉസ്താദുമാരൊക്കെയായി ബന്ധപ്പെട്ടൊന്ന് നമ്പർ മേടിച്ച് അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് അരിയോ അല്ലെങ്കിൽ അതിന്റെ കാശോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിക്കാം. ആ സ്ഥാപനത്തിന് സ്ഥായിയായ ഒരു വരുമാനമില്ല. അതിന്റെ വരുമാനം ഞാനാണ്. എല്ലാ അതിന്റെ സദസ്സിലും പോയി സ്ഥാപനത്തിനെ കുറിച്ച് പറയും. അൽഹംദുലില്ലാഹ് അവിടെ നിന്നൊക്കെ അരിയും പഞ്ചസാരയും പച്ചക്കറിയും ഒക്കെ വരും ആ മുതഅല്ലിമീങ്ങൾക്ക്. അത് മുഖേനയാണ് അവിടുത്തെ ചെലവ് നടക്കുന്നത്. ഞാനൊരു പിരിവിന് വേണ്ടി അതിന് പോവാറില്ല. ഗൾഫിൽ ഈ 3 വർഷം പോയിട്ടുണ്ട്. ആ 3 വർഷം പോയത് 10 ദിവസമാണ്. 10 ദിവസം. ഈ 10 ദിവസം പോയത്, ഈ വർഷം പോയത് ഞാൻ പഠിച്ച കാസർഗോഡ് ജാമിയ സഅദിയയുടെ ആവശ്യത്തിന് പോയതാണ്, നമ്മുടെ സ്ഥാപനത്തിന് പോയതല്ല. കഴിഞ്ഞ 2 വർഷവും നമ്മുടെ സ്ഥാപനത്തിന് പോയിട്ടുണ്ട്. 10 ദിവസമാണ് പോയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് വേറെ ഒരു പിരിവിനും നാട്ടിലോ മറ്റോ അതിന്റെ ആവശ്യമായിട്ട് ഇറങ്ങാറില്ല. പോകുന്ന അതിന്റെ സദസ്സിലൊക്കെ പറയും, നിങ്ങളെപ്പോലെയുള്ള മുഹബ്ബീങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന തരുന്ന ഹദിയകൾ, അയച്ചു തരുന്ന ഹദിയകൾ, സഹായങ്ങൾ, അതാണ് ആ 100 മക്കളുടെ അവരുടെ ചെലവിനുള്ള സ്രോതസ്. അല്ലാഹു
തന്നവർ കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും തരുന്ന ആളുകൾക്കൊക്കെ വലിയ ഖൈറും ബറക്കത്തും അല്ലാഹു ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحماയ الملك الجباراയ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഇവിടെ ഓതിയ സൂറത്തുകൾ, ചൊല്ലിയ സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, ദിക്റുകൾ, തഹ്ലീലുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ മിസ്ലു സവാബ് നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റു മുഴുവൻ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, മഹാന്മാരുടെ ഹദറത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അസ്ഹാബു ബദറിന്റെ ഹദറത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ നാട് വലിയ പാരമ്പര്യമുള്ള നാടാണ്. സാദാത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ്. അവരെ ഹദറത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, അവരെ ദറജകൾ ഉയർത്തണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് അഫൂ നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ല അല്ലാഹ്, അറ്റാക്ക് നൽകല്ല അല്ലാഹ്, അൾസർ നൽകല്ല അല്ലാഹ്, ട്യൂമർ നൽകല്ല അല്ലാഹ്, ഷുഗർ നൽകല്ല അല്ലാഹ്, പ്രഷർ നൽകല്ല അല്ലാഹ്, കൊളസ്ട്രോൾ നൽകല്ല അല്ലാഹ്, ശരീരവേദന നൽകല്ല അല്ലാഹ്, ശരീരം തളർത്തിക്കളയല്ല അല്ലാഹ്. മാരകമായ ഒരു രോഗവും തന്നെ ഞങ്ങളെ ക്ഷമയോ ഈമാനോ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്, ഖൈറായ നിലക്ക് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട്, ഖൈറായ വീടും സ്ഥലവുമൊക്കെ നീ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ, പെങ്ങന്മാരുള്ളവരുണ്ട്, സ്വാലിഹീങ്ങളായ ഇണകൾ നൽകണേ അല്ലാഹ്. ചെറുപ്പക്കാരുണ്ട്, സ്വാലിഹാത്തുകളായ ഭാര്യമാരെ നൽകണേ അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഓപ്പറേഷൻ വിധേയരാക്കല്ല അല്ലാഹ്. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാതെ വേദനിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട്, ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്. ആരുടെ മുന്നിലും ഞങ്ങളെ ദില്ലത്തിലാക്കല്ല അല്ലാഹ്, ഫദീഹത്തരത്തിലാക്കല്ല അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളെ പരിശുദ്ധ റമദാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റമദാനിന്റെ മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ റജബോ ശഅബാനോ റമദാനോ ആക്കല്ല അല്ലാഹ്. ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്.
റബ്ബേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കളും ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മുഹിബ്ബീങ്ങളും ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ ശിഷ്യന്മാരും എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ ഈ മഹല്ലിന്റെ ഖാദിയായ അഭിവന്യരായ സയ്യിദ് അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ അവരുടെ നേതൃത്വം ഒരുപാട് കാലം ഈ മഹല്ലിനും ഈ പ്രദേശത്തിനും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും നീ കടങ്ങളെ കൊണ്ട് വിഷമിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മക്ർ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഐന് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ ശൈത്താനിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പിഴച്ച മുഴുവൻ ആശയങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ദർസുകൾ നീ വിജയിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഹിഫ്ളുകൾ വിജയിപ്പിക്കണേ അല്ലാഹ്. മരണം വരെ ദർസ് നടത്തി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ഇൽമിനും ദീനിനും ഞങ്ങൾ ചെയ്യുന്ന ഖിദ്മത്ത്, നിന്റെ പരിശുദ്ധ ഖുർആനിന് ഞങ്ങൾ ചെയ്യുന്ന ഖിദ്മത്ത് നീ ഞങ്ങളിൽ നിന്ന് വലുതായി സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ വെച്ച് അവിടുന്ന് ദിക്ർ ചൊല്ലി തന്നത് ഏറ്റുചൊല്ലി സന്തോഷത്തോടെ ഈമാനോടെ ഞങ്ങളെ മൗത്താക്കി തരണേ അല്ലാഹ്. റബ്ബേ എൻ്റെ അഭിമന്യരായ ഖബറിലാണ്, ഉസ്താദുമാര് പലരും ഖബറുകളിലാണ്, ഞങ്ങളെ ഭക്ഷണം തന്ന് വളർത്തിയ പലരും ഖബറുകളിലാണ്, ഞങ്ങളെ മുഹിബ്ബീങ്ങൾ പലരും ഖബറുകളിലാണ്. അവരെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഈ കൂട്ടത്തിൽ പലരുടെയും മാതാപിതാക്കള്, വല്യമ്മമാര്, കുടുംബങ്ങള്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, അതുപോലെ തന്നെ മാതാപിതാക്കള്, സഹോദര സഹോദരിമാര് പലരും മരണപ്പെട്ടവരുണ്ട്. നീ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്, വിശാലത നൽകണേ അല്ലാഹ്, പ്രകാശം ചൊരിയണേ അല്ലാഹ്, പ്രകാശം ചൊരിയണേ അല്ലാഹ്. ഈ മജ്ലിസ് അവരെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിൽപ്പെട്ട അവിടുത്തെ ലിവാഉൽ ഹംദിൽ ഒരുമിച്ച് കൂടി തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ച് അവിടുത്തെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇന്ന് കുറച്ച് നേരെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് കൂടുതൽ നമുക്ക് പ്രസംഗിക്കണം. ഞാനിന്ന് ഇനിയൊരു 4-5 മണിക്കൂറോളം യാത്രയിൽ വേണം അങ്ങോട്ട് എത്താൻ. നാളെ ദർസിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷയുമാണ്. ഇൻഷാ അല്ലാഹ് വേഗം പോകാനുള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറിയിച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.